ഹലോ, എല്ലാവരുടെ അടുത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളിവിടെ വീട്ടിലില്ലായിരുന്നു. അപ്പം ഇവിടെ വലിയ മഴ പെയ്തപ്പം മണ്ണൊക്കെ ഇടിഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മഴ തോർന്നതേ ഉള്ളൂ. ഇന്നലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയതാണ്. ഇതപ്പം മഞ്ഞ് മൂടി ഡ്രമ്മെല്ലാം വെള്ളം നിറഞ്ഞു. ഓസിലെ വെള്ളം നിന്ന് പോയല്ലോ. ഇനി ചെന്ന് നോക്കണം. കാറ്റും മഴയൊക്കെ കാരണം എവിടെയെങ്കിലും വെള്ളം നിന്ന് പോയതായിരിക്കും. ഇതാണ് എൻ്റെ വിറക് വര. മഴക്കാലത്തേക്ക് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിറക് അടുക്കി വെക്കും. അപ്പുറത്ത് തുണിയൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോഴി ഇതാ ഇവിടെ നിൽക്കുന്നു. അവരെപ്പോഴും വിറക് വരില്ല, 2 പേരേ ഉള്ളൂ. അവരുടെ കൂടെല്ലാം പോയി മഴ പെയ്തിട്ട്. ഇതാ മണ്ണൊക്കെ ഇടിഞ്ഞത് കണ്ടോ? ഇത് ഞങ്ങൾ പഴയ വീടായിരുന്നേ. പഴയ വീടിൻ്റെ ചാർത്ത് ഞങ്ങൾ ഷീറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും പൊളിച്ച് മാറ്റിയില്ലായിരുന്നു. ഇവിടെ വലിയൊരു പാറക്കല്ലുണ്ടായിരുന്നു. ഈ കല്ല് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു മഴക്കാലത്ത് ഇടിഞ്ഞ് വന്നിട്ട് ഈ വീടിന് ഇവിടെ ഈ മൂലയിലേക്ക് തട്ടുമോയെന്ന്. ഭാഗ്യത്തിന് എത്തിയില്ല. ഇത്രയും വിടവുണ്ട്. ഉണ്ടോ, ഇവിടെയെല്ലാം ഇടിഞ്ഞു പോയി. മലമ്പ്രദേശമാണ് ഞങ്ങളുടെയൊക്കെ. ഇതുണ്ടോ, വിറക് വരൻ്റെ അടിയിൽ കൂടിയൊക്കെ വെള്ളം പോയി എന്നല്ലാണ്ട് വേറൊന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. കേട്ടോ, കുറേ സ്ഥലം മണ്ണിടിഞ്ഞു പോയി കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ ചുവട്ടിലൊരു മരമുണ്ട്, അതൊക്കെ ഇനി വെട്ടി മാറ്റണം. വലിയ കല്ലായത്. 2 കല്ലുണ്ടായിരുന്നു. ഒന്ന് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലുണ്ട്. ഒരു കല്ല് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ കോരി മാറ്റാനുണ്ട്. ഇവിടെ കുറേ കാച്ചിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ, അതെല്ലാം പോയി. എന്നാലും കാച്ചിലൊക്കെ പൊക്കോട്ടെ, എന്നാലും വീടിനൊന്നും പറ്റിയില്ലല്ലോ. തറയൊക്കെ മൂടിപ്പോയി മണ്ണ് വീണിട്ട്. ഇത് പിന്നെ പഴയ വീടിൻ്റെ ചാർത്താണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾ വീട്ടിലെ പഴയ സാധനങ്ങളെല്ലാം വാരി പെറുക്കി വെച്ചേക്കുവാണ്. പുളിയൊക്കെ കിട്ടുമ്പം പുളിയൊക്കെ ഉണങ്ങാനൊക്കെ ഇടുന്ന ഇവിടെയാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു കമ്പി പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പം പോയി ലാമ്പ് എടുത്തുകൊണ്ട് വന്നു. ഈ പെരയൊക്കെ ഒന്ന് മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കുക, ഒന്ന് പുകയട്ടെ. ഞാൻ 2-3 പേപ്പറൊക്കെ കൊണ്ടുവന്നു. ഇതാ ചകിരിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വിറകൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് പുകയട്ടെ. ഞാനിവിടെയാണ് ചൂലിന് ഉള്ള പുല്ലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് കാണും. ഞാൻ പുൽച്ചൂലിൻ്റെ ഇത് വെട്ടിയെടുത്തത്. ഇത് കണ്ടോ, ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ തീയിടുന്നത്. ഇത് കണ്ടോ, നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരകല്ലൊക്കെ ഇതാ ഇവിടെ. ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുകയല്ല. ഇപ്പം എല്ലാവർക്കും മിക്സിയൊക്കെ ആയില്ലേ. ഇപ്പം പുകയുന്നുണ്ട്. ഇപ്പം മഴയും പെയ്യാൻ തുടങ്ങി. ഞാൻ കുട എടുത്തിട്ടില്ല.